പ്രൊഫഷണലും അതുപോലെ പെർഫെക്റ്റ് ഡിഫൻഡറും ആവാൻ വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡിഫെൻഡിങ്ങിലുള്ള കഴിവ് നല്ല രീതിയിൽ വളരെ എഫക്റ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആ ടിപ്സ്, ഡിഫൻഡേഴ്സ് ഗെറ്റ് റെഡി, ആ ടിപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിഫെൻഡിങ് ചെയ്യുമ്പോൾ ആദ്യമായി ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യമാണ് ഒരിക്കലും ഒരു അറ്റാക്കിംഗ് പ്ലെയർ എടുത്ത് പോയി വീണ് കൊടുക്കരുത്. നമ്മൾ ഒരു സ്പീഡി ആയിട്ടുള്ള അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലെയർ എടുത്ത് പോയി ഒരിക്കലും നമ്മൾ അതേ സ്പീഡിൽ അങ്ങോട്ട് പോയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മൾ വെയിറ്റ് ചെയ്യുക, കറക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് അദ്ദേഹം മിസ്റ്റേക്ക് കാണിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിന്ന് നമുക്ക് ബോൾ കിട്ടുന്നൊരു അവസരത്തിൽ മാത്രം ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുക. അതുവരെ അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അല്ലാതെ അതേ സ്പീഡിൽ അങ്ങോട്ട് പോയി ഡൈവിങ് ചെയ്ത് നമ്മൾ ബോൾ മിസ്സാക്കുന്നത് വളരെ ഡേഞ്ചറാണ്. പ്രത്യേകിച്ച് ഒരു കൗണ്ടർ അറ്റാക്കൊക്കെ വരുമ്പോൾ ഒരു ലാസ്റ്റ് ഡിഫൻഡറോ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഡിഫൻഡറോ ആയിരിക്കാം നിങ്ങൾ. അപ്പോൾ ആ ടൈം നിങ്ങൾ ഡൈവിങ് ചെയ്യാതെ നിങ്ങൾ മാക്സിമം ആ കളിയുടെ പേസ് കുറക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ്സിനെ സ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ക്ലോസ് ചെയ്ത് പോയിട്ട് നിൽക്കുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും അദ്ദേഹത്തിലേക്ക് എടുത്ത് ചാടരുത്. ജസ്റ്റ് അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ ബാക്കി ടീംമേറ്റ്സൊക്കെ ഇറങ്ങി വരുവാൻ വേണ്ടി. അങ്ങനെയാണ് നമ്മൾ കളിക്കേണ്ടത്. ഒരിക്കലും ഡൈവ് ഇൻ ചെയ്യരുത്. ഈ കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ടിപ്പിലേക്കാണ്. രണ്ടാമതായി നിങ്ങൾ ഡിഫെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പൊസിഷനിങ്ങിന് വളരെ പ്രാധാന്യം നൽകേണ്ടതാണ്. ഡിഫെൻഡേഴ്സ് കറക്റ്റ് അവരുടെ കളിക്കേണ്ട ആ പൊസിഷനിൽ ഉണ്ടെങ്കിൽ നിങ്ങളെ ബാക്കി ഒരു പ്ലെയറല്ല, നിങ്ങൾ കളിക്കുന്ന 4 പ്ലെയറും കൃത്യമായി, ഇപ്പോൾ 4 ഡിഫെൻസ് കളിക്കുന്നതിന് 4 ഡിഫെൻസ് കൃത്യമായി പൊസിഷനിലുണ്ടെങ്കിൽ ഏകദേശം ഒരു 50% നിങ്ങളുടെ തലവേദന നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. അറ്റാക്കിങ്ങിൽ നിന്നുള്ള പ്രശ്നങ്ങൾ. കറക്റ്റ് പൊസിഷനിങ് നമ്മളെ ഗെയിമിനെ വളരെയേറെ സഹായിക്കും. പല രീതിയിലും ഈ മിസ് പൊസിഷനിങ് ആണ് പലപ്പോഴും വളരെ സില്ലി ആയിട്ടുള്ള ഗോളിന് വഴിയൊരുക്കുന്നത്. അപ്പോൾ പൊസിഷനിങ്ങിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പൊസിഷനിൽ നിങ്ങൾ കൃത്യമായിട്ട് കളിക്കുക. ഓവറായി കൊടുത്തില്ലെങ്കിലും നിങ്ങളുടെ പൊസിഷന് കംപ്ലീറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ കൂടുതൽ എത്തിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡിഫെൻഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു സില്ലി മിസ്റ്റേക്കാണ് നെക്സ്റ്റ് ടിപ്പ്. നമുക്ക് ഡിഫെൻഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയം വരുന്നു. അതായത് ഇപ്പോൾ ഒരു ബോൾ വന്നു നമ്മളെ കാലിലേക്ക് വന്നു, നമുക്ക് സംശയം വരുന്നു, നമുക്ക് പാസ് ചെയ്യാൻ കഴിയില്ല, പാസ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യണോ, അങ്ങനെ ഒരു സംശയം വരും. ആ ടൈം വേറെ കൂടുതലായിട്ടൊന്നും ചിന്തിക്കാൻ നിൽക്കരുത്. വേഗം ബോൾ ക്ലിയർ ചെയ്ത് കളിക്കാം. ആസ് ഫാർ ആസ് യു ക്യാൻ നിങ്ങൾ ക്ലിയർ ചെയ്ത് കളിക്കാം. എത്രയും ദൂരത്തേക്ക് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ത്രോയിലേക്കല്ല, അതർ കോർട്ടിലേക്ക് അടിച്ച് കളയുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള സംശയം വരുമ്പോൾ ഡിഫൻഡറെ സംബന്ധിച്ചിടത്തോളം ഗോൾ വാങ്ങാതിരിക്കലാണ് ഏറ്റവും ഫസ്റ്റത്തെ കാര്യം. ആ ബോൾ പിന്നെയും കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് ഡിഫൻഡറെ സംബന്ധിച്ച് വലിയ കാര്യമല്ല, പക്ഷെ ചെയ്യണം. പക്ഷെ ഡൗട്ട് വരുന്ന ആ ഒരു ടൈമില്ല, നമുക്ക് ആ ഒരു സംശയം വരുന്ന ടൈം വേറെ ഒന്നും ചിന്തിക്കാൻ നിൽക്കരുത്. വേഗം ക്ലിയർ ചെയ്ത് നമ്മളെ ടീമിൻ്റെ സേഫ്റ്റി ഇതാക്കിയെടുക്കുക. കാരണം അങ്ങനെ ക്ലിയർ ചെയ്യാത്തത് മൂലം നിങ്ങൾക്ക് കുറേ കളി ശ്രദ്ധിച്ചാൽ സാധിക്കും. പാസ് ചെയ്യണോ ക്ലിയർ ചെയ്യണോ എന്നുള്ളൊരു മൈൻഡിൽ വളരെ ഈസിയാക്കി പാസ് മിസ്സാക്കി കൊടുത്തിട്ട് ഗോൾ വാങ്ങിക്കുന്ന കുറേ രംഗങ്ങൾ നിങ്ങൾ ഗെയിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നിങ്ങളെ സ്വന്തം ടീമിനെ തന്നെ അതിനെതിരെ വളരെ, ഇപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊരു ടീം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാക്കുമ്പോൾ ആ ഡിഫൻഡർ നമ്മളെ വളരെ ഇതായിട്ട് കാണും. അപ്പോൾ ഈ കാര്യം ഇനി ഡിഫെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം. ഗെയിമിൽ മാക്സിമം കാം ആൻഡ് കൂളായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. ഒരു ഡിഫെൻഡിങ്, പെട്ടെന്നൊരു ബോൾ ഒരു അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ വളരെ വെപ്പാളപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്ലെയർ എടുത്ത് വരുമ്പോൾ വളരെ കൂളായിട്ട്, ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്ലെയർ ഓനും ഒറ്റയ്ക്കല്ല വരുന്നതെന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ വളരെ കൂളായിട്ട് ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെ നമ്മൾ ഡിഫെൻഡേഴ്സ് കൂളാകുമ്പോൾ അത് അറ്റാക്ക് ചെയ്യുന്ന പ്ലെയറിന് വളരെ ഒരു ഇതാക്കുന്നൊരു കാര്യമാണ്. അറ്റാക്ക് ചെയ്യുന്ന പ്ലെയർ ഇത്ര കൂളായിട്ട് അവനെ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറ്റാക്ക് ചെയ്ത് വരുന്ന പ്ലെയറിനെ വളരെ ആശയക്കുഴപ്പത്തിൽ ആക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഗ്രൗണ്ടിൽ വളരെ കൂൾ ആൻഡ് കാമായിട്ട് നിൽക്കാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഡിഫെൻഡേഴ്സ്. ഇത് എല്ലാവർക്കും ബാധകമായൊരു ടിപ്പാണ്. പക്ഷേ ഡിഫെൻഡേഴ്സ് വളരെ കൂൾ ആൻഡ് കാമായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ വാൻ ടൈക്കിനൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. എല്ലാം ക്ലിയറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി പ്ലേയേഴ്സിനടുത്ത് പറയാം. അതുവരെ വളരെ സിമ്പിളായിട്ട് കൈയൊക്കെ കെട്ടി വളരെ ആ ഒരു ഗെയിമിലേക്ക് മാത്രം ഇൻറ്റൻസ് ആയിട്ടാണ് അദ്ദേഹം കളിക്കുക. വളരെ കൂളായി കാമായിട്ട് കളിക്കുന്നത് നമുക്ക് കാണാം. ഔട്ട് ഓഫ് ബോൾ റഫറിയുടെ അടുത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഡിഫെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് റഫായിരിക്കും. പക്ഷേ ഈ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്ന ടൈം വളരെ കൂളായി
ബാക്കിലൊക്കെ കൈകെട്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാൻ ടൈക്ക്, റാമോസൊക്കെ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, സംസാരിച്ചുകൊണ്ടിരുന്നത് ഡിഫെൻഡിങ് ടിപ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോൺ ചാർജ് ചെയ്തൊന്ന് ഓഫായി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ബാക്കി വീഡിയോ ഇവിടുന്ന് എടുക്കുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടിപ്പ് എന്നുള്ളത് ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേഷനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ആ ബോൾ അവിടെ വന്നിരുന്നെങ്കിൽ നമ്മൾ കവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിലാണ് ഡിഫൻഡേഴ്സ് കളിക്കുക. അതായത് ഇപ്പോൾ ഗോളി കയറി പോകുന്ന ഒരു ബോളിന് ബാക്കപ്പായിട്ട് പോസ്റ്റിൽ കവർ ചെയ്യാൻ വരുന്നു, അങ്ങനെയുള്ളൊരു കാര്യമില്ലേ. അഥവാ ഗോളി മിസ്സായി ആ ബോൾ പിന്നിലേക്ക് വന്നാൽ നമ്മൾ കവർ ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ കളിക്കുന്നതാണ് ഈ ആൻറ്റിസിപ്പേഷൻ. അതുപോലെ ഡിഫെൻഡിങ്ങിനും ഇപ്പോൾ ഒരു ലോങ് ബോളൊക്കെ അടിച്ച് വരുമ്പോൾ ഏകദേശം ആ അടിയുടെ ശൈലി മനസ്സിലാക്കി ആ ബോളിൻ്റെ പൊസിഷനിലേക്ക് നമ്മളെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബോൾ കവർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് ക്ലിപ്സൊക്കെ കാണിച്ചു തരാം. ഈ ക്ലിപ്സിലൊക്കെ കാണുന്ന പോലെയുള്ള ഡിഫൻഡേഴ്സ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ നോക്കുക. അതായത് ബോഡി അതിനനുസരിച്ചിട്ട് ബോളിനനുസരിച്ചിട്ട് പെട്ടെന്ന് ആ ഒരു പൊസിഷന് കവർ ചെയ്യാൻ പോകുന്നത്. അതായത് ടീം അത് ഗോള് ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ബോൾ ക്ലിയർ ചെയ്ത് നമ്മളെ ബാക്കിൽ നിന്ന് ഡേഞ്ചർ ആകാതിരിക്കുക എന്നൊക്കെ ഉള്ള ഇതാണ് നമ്മളെ ഡിഫൻഡേഴ്സിന് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിന് മാക്സിമം എത്രത്തോളം നമുക്ക് ചെയ്യാൻ കഴിയും ആ ഒരു കാര്യം നമ്മൾ ചെയ്യണം. അതുപോലെ ഈ കാര്യം ആൻറ്റിസിപ്പേഷൻ ഫോർവേഡ്സിനും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഗോളിക്കൊക്കെ ഒരു മൈനസ് ബോൾ പോകുമ്പോൾ നമ്മളെപ്പോഴും കരുതിയിരിക്കണം. കാരണം അഥവാ ഗോളിയുടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരികയാണെങ്കിൽ നമുക്കത് പോയിട്ട് എടുത്ത് കവർ ചെയ്ത് ഗോൾ അടിക്കാനൊക്കെ സാധിക്കണം. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ആൻറ്റിസിപ്പേഷന് നമ്മളെ ഡിഫൻഡേഴ്സിനെ നല്ല രീതിയിൽ ഒരു ലെവലിലെത്തിക്കും, ആൻറ്റിസിപ്പേഷൻ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയേഴ്സ്, ഒരു ഡിഫൻഡർ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ, ഈ 5 ടിപ്സ് നിങ്ങളെല്ലാവരും നിങ്ങളുടെ കളിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങളിങ്ങനെ ഈ 5 ടിപ്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പരമാവധി നിങ്ങളുടെ 75% നിങ്ങളുടെ ഡിഫെൻഡിങ് സ്കിൽസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്കുക, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഈ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫുട്ബോൾ ഫ്രണ്ട്സിലേക്കും അതുപോലെ ഡിഫൻഡേഴ്സ് ഫ്രണ്ട്സിലേക്കൊക്കെ, ഡിഫെൻഡിങ് കളിക്കുന്നവരിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ നല്ലൊരു പുതിയ വീഡിയോ കാണാം.